നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 3 മാസം മുൻപ് ലബനനിലെയും സിറിയയിലെയും ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയെ മാത്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു പേജർ ആക്രമണം ഉണ്ടായിരുന്നു. പേജർ വാക്കി ടോക്കി ആക്രമണം. ഇപ്പോഴിതാ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മാസങ്ങൾക്കിപ്പുറം ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ കുടുക്കാൻ ഇസ്രായേൽ ചാര സംഘടന മൊസാദ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആസൂത്രണം തുടങ്ങി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മൊസാദ് ഏജന്റുമാർ വിവരം തുറന്നു പറയുന്നത്. പേജർ സ്ഫോടന ഓപ്പറേഷനിലും അടുത്ത ദിവസം നടന്ന വാക്കി ടോക്കി സ്ഫോടന സംഭവത്തിലും പ്രധാന പങ്കു വഹിച്ചവരാണ് ഈ 2 മുൻ ഏജന്റുമാർ എന്നാണ് വ്യക്തമാകുന്നത്. ഇസ്രായേലിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അവയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിനും ഹിസ്ബുള്ളയെ എങ്ങനെ പറ്റിച്ചു എന്നാണ് ഇവർ വിവരിക്കുന്നത്. യമനിലെ ഇറാൻ പിന്തുണയുള്ള സംഘം 1 വർഷത്തിലേറെയായി ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ആക്രമിക്കുകയാണ്. ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇറാന്റെ അധികാരികൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. അക്കാലത്ത് ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ നേരിട്ട് അവകാശപ്പെട്ടിരുന്നില്ല. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ആരംഭിച്ച യുദ്ധം ഗസയിൽ രൂക്ഷമായിരിക്കെ സാധാരണയായി ഖത്തർ ആസ്ഥാനമായുള്ള ഹനിയ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമായിരുന്നു. ഫലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ കരാറിലെത്തുന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പരോക്ഷമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഗസയിലെ ഇസ്രായേൽ സൈന്യം പിൻഗാമിയും 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ യഹിയ സിൻവാറിനെ വധിച്ചു. ഇത് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഏറ്റവും പുതിയ രക്തച്ചൊരിച്ചിലിന് കാരണമാവുകയായിരുന്നു. 3 മാസം മുമ്പ് ലബനനിലെയും സിറിയയിലും ഹിസ്ബുള്ള അംഗങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. പേജറുകളിലും വാക്കി ടോക്കിയിലും സ്ഫോടക വസ്തുക്കൾ വെക്കുന്നതിനുള്ള ആസൂത്രണം ഏകദേശം 10 വർഷം മുൻപേ തുടങ്ങി എന്ന് വ്യക്തമാവുകയാണ്. തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നത് എന്ന് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തി. സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാവുകയായിരുന്നു അടുത്തത്. 2022-ൽ ഇത് തുടങ്ങിക്കഴിഞ്ഞു. പല അളവിൽ സ്ഫോടക വസ്തു വെച്ച പലതവണ പരീക്ഷിച്ചു. ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകളിൽ ഒളിപ്പിച്ചു. പിന്നെ പല റിംഗ് ടോണുകൾ പരീക്ഷിച്ചു. കേട്ടാലുടൻ അടിയന്തരമാണ് എന്ന് തോന്നുന്ന റിംഗ് ടോൺ തിരഞ്ഞെടുത്തു. പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കാൻ യൂട്യൂബിലൂടെ 2 ആഴ്ചയോളം പരസ്യം ചെയ്തു. പൊടിയും വെള്ളവും പറ്റാത്ത ബാറ്ററി, ആയുസ് കൂടുതലുള്ള പേജർ എന്ന് പറഞ്ഞായിരുന്നു പരസ്യം. രസകരമായ കാര്യം, പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കാൻ യൂട്യൂബിലൂടെ 2 ആഴ്ചയോളം പരസ്യം ചെയ്തു എന്നുള്ളതാണ്. പൊടിയും വെള്ളവുമില്ലാതെ കൃത്യമായി തന്നെ നടത്താൻ സാധിക്കുന്ന പേജറുകൾ ഇവിടെ ലഭ്യം എന്നായിരുന്നു പരസ്യം. ഇതിൽ ഹിസ്ബുള്ള വീഴുകയായിരുന്നു എന്ന് സാരം. പേജറുകളിലും വാക്കി ടോക്കികളിലും സ്ഫോടക വസ്തു വെക്കുന്നതിനുള്ള ആസൂത്രണം 10 വർഷം മുൻപ് തന്നെ തുടങ്ങി. തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നത് എന്ന ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തി. സ്ഫോടക വസ്തു വെക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്തത്. 2022-ൽ ഇത് തുടങ്ങി. പല അളവിൽ സ്ഫോടക വസ്തു വെച്ച പലതവണ പരീക്ഷിച്ചു. ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകളിൽ ഒളിപ്പിച്ചു. പൊട്ടിത്തെറിക്കുന്ന 16,000 വാക്കി ടോക്കികളാണ് ഹിസ്ബുള്ള വാങ്ങിയത്. അവ എപ്പോൾ സജീവമാക്കണമെന്ന് ഇസ്രായേലിന്റെ തീരുമാനമായിരുന്നു. 3 മാസം മുമ്പ് സ്ഫോടനം നടക്കുന്നതുവരെ 10 വർഷത്തേക്കാണ് ഇസ്രായേൽ ആ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടി കാത്തിരുന്നത്. ഏജന്റുമാരുടെ അഭിപ്രായ പ്രകാരം ഇസ്രായേൽ ഹിസ്ബുള്ളകൾക്കും ലോകത്തിനും ഒരു സന്ദേശം നൽകാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളോട് കളിക്കരുത് എന്നായിരുന്നു ആ സന്ദേശം. ആ സന്ദേശം വ്യക്തമായി തന്നെ ഇസ്രായേൽ നൽകുകയും ചെയ്തു. ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. എന്തായാലും ഹൂതികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്.